അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആരോടും തുറന്നു പറയാത്ത ആ ഒരു സംഭവം ഫർസാനയ്ക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വളരെയധികം വിഷമമുണ്ടായിരുന്നു. അതെ, ഉമ്മയോടും ഉപ്പയോടൊക്കെ ഓരോന്ന് പറഞ്ഞു. ഒരു തവണ പറഞ്ഞു, അറബിക്ക് മക്കളില്ല, എന്നെ അനിയത്തിയെ പോലെയാണ് കാണുന്നത്, അങ്ങനെയൊക്കെ. പക്ഷെ കുഞ്ഞിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ അവരുടെ കുട്ടിയാണെന്ന് പറഞ്ഞു. റബ്ബേ, എനിക്ക് തന്നെ എൻ്റെ വാക്കുകൾ അറിയാതെ പതറിപ്പോവുകയാണ്. പഠിച്ചോനെ, എന്ത് പറയണം? അതെ, ഒരു കളവ് പറഞ്ഞാൽ 10 കളവ് പറയേണ്ടി വരുമെന്ന് എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചിരുന്നു. പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കത് പറയാതെ എനിക്ക് വയ്യ. എന്താ ഞാൻ ചെയ്യുക? എനിക്കറിയുന്നില്ല. എന്നാൽ ഈ സമയം അതാ ഫർസാനയുടെ ഉപ്പ എടി ഭാര്യയെ വിളിക്കുന്നു. എടി പെണ്ണേ. എന്തേക്ക? പിന്നെ നമ്മുടെ മോൾക്ക് ഒരു ആലോചന വരുന്നുണ്ട്. ഞാൻ എങ്ങനെ എനിക്കറിയില്ല, എന്നോട് ചോദിച്ചു തന്നെയാണ് ഒരാൾ. പക്ഷെ എങ്ങനെ വന്നു എങ്ങനെ അതൊന്നും എന്നെക്കുറിച്ച് അറിയണില്ല. ഒരു കൂട്ടർ ചോദിച്ചിക്കണ്, നമ്മുടെ മോളെ കണ്ടിട്ടാണോ എന്തോ എനിക്കറിയില്ല. ഒരു കൂട്ടർ വരുമെന്ന് പറഞ്ഞിക്കണ്. ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അപ്പോൾ പിന്നെ നമ്മളെ കുട്ടിക്കും വേണ്ടേ ഒരു ജീവിതം. ഈ ഓളോടൊന്ന് പറഞ്ഞ് റെഡി ആവാൻ പറയണം കേട്ടോ. ഇക്ക, നിങ്ങൾ എന്തേ പറയണത്? ഓള് പെട്ടെന്ന് പോവാന്നൊക്കെയല്ല പറഞ്ഞത്. ഒരാളെ കയ്യിലണ്ട് ഏൽപ്പിച്ച് കൊടുക്കുക, എന്നിട്ട് ഓരോല്ല ഇഷ്ടം പോലെ എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ. ഗൾഫിക്ക് പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ, ഇവിടെ നിൽക്കണേ നിന്നോട്ടെ. അതിലൊന്നും എനിക്കൊന്നും പറയാനില്ല. ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കാതെ എത്രയെന്ന് വിചാരിച്ചിട്ടാണ് എനിക്കൊരു സമാധാനമല്ലടി എൻ്റെ കുട്ടീൻ്റെത് വിചാരിച്ചിട്ട്. ഇക്ക, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വിചാരിക്കണ്ട. അതിൻ്റെ നേരം കാലാകുമ്പോൾ ഒക്കെ ഒന്നും ശരിയായിക്കോളും. അല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും പറയാനൊന്നും വിചാരിക്കൊന്നും വേണ്ട. എന്നാലും നമ്മളെ കുട്ടീൻ്റെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളെന്താ പറയണത്? മോളോട് കൂടി ചോദിച്ചിട്ടാവാട്ടോ കാര്യങ്ങൾ. അല്ലാതെ ഈ എന്തായാലും ഓളോടൊന്ന് സംസാരിച്ച് നോക്ക്. അതിനെക്കുറിച്ച് മോളെ മറുപടി എന്താന്ന് ഞമ്മക്കൊന്ന് കേൾക്കാലോ. ആയിക്കോട്ടേക്കാ, അങ്ങനെ ചെയ്യാം. അന്നതാ ഫർസാന നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ പെട്ടെന്ന് അങ്ങോട്ട് വന്നു. മോളെ, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ട ഉമ്മ പെട്ടെന്ന് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഫർസാന ഉമ്മയെ വിളിച്ചു. ഉമ്മ, എന്നെ വിളിച്ചോ നിങ്ങൾ? മോള് ഖുർആൻ ഓതുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തി ഉമ്മ? ഒന്നുമില്ല, മോളെ ഓത്തൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്കൊന്ന് വാ, ഒരു കാര്യം ചോദിക്കാനായിരുന്നു. എന്തി ഉമ്മ? ഒരു നിമിഷം അവളൊന്ന് ഭയന്നു. പഠിച്ചോനെ, ഗൾഫിലെ സംഭവങ്ങളും കാര്യങ്ങളെല്ലാം ഉമ്മ എങ്ങാനും അറിഞ്ഞോ? അതോ അവൾക്ക് ശരിക്കും ഭയം തോന്നി? എന്തിനായിരിക്കും ഉമ്മ എന്നോട് വരാൻ പറഞ്ഞത്? എന്തിനായിരിക്കും ഉമ്മ എന്നെ വിളിച്ചത്? അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഓരോ ചിന്തകളുണ്ടായി. പക്ഷേ ഉമ്മ വിളിച്ചാലേ പോകാതിരിക്കാൻ പറ്റൂലല്ലോ. രണ്ടും കൽപ്പിച്ച് അവൾ തെല്ലുഭയത്തോടെ ഉമ്മയുടെ അരികിലേക്ക് ചെന്നു. ഉമ്മ, എന്തിനാ എന്നെ വിളിച്ചത്? മോളെ, ചെറിയൊരു കാര്യം പറയാനായിരുന്നു. അവൾ ഒന്നുകൂടി ശരിക്കും ഭയന്നു. പഠിച്ചോനെ, എല്ലാം അറിഞ്ഞോ? എല്ലാം കണ്ടുപിടിച്ചോ? അവളുടെ കൈകാലുകൾ കുഴയാൻ തുടങ്ങി. ശരിക്കും അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മോളെ, മോളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഉമ്മ വിളിച്ചത്. അത് ഉപ്പ ചോദിച്ചു വെക്കാൻ പറഞ്ഞതായിരുന്നു. ഉപ്പയോ? എന്താ ഉമ്മ, എന്താ പ്രശ്നം? മോളെ, ഒന്നുമല്ല, മോളെ ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം. അത് കേട്ടപ്പോൾ ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, അവളുടെ ആ വിടർന്ന മുഖം വല്ലാതെ അങ്ങ് വാടി. മോളെ, എന്തു പറ്റി? മോൾക്ക് എന്തെങ്കിലും? ഉമ്മ, അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കണോ? മോളെന്താ പറയുന്നത്? ഏതൊരു ഉപ്പാർക്കും ഉണ്ടാവൂലേ മകളെ കുറിച്ച് അങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ. അതിപ്പോ നിന്റെ ഉപ്പാക്കും ഉണ്ടായി എന്ന് അർത്ഥം. അല്ലാതെ ഉമ്മ, അത് ഇപ്പോ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ മോളെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊരു ഉമ്മക്കും ബാപ്പക്കും പെൺമക്കളുണ്ടായാൽ അവരെ ഒരാളുടെ കൈകളിൽ ഏൽപ്പിച്ചാൽ മാത്രമേ അവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. മറ്റത് ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ അനാഥമാവുമല്ലോ എന്നുള്ളൊരു പേടിയുണ്ടാകും.
അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ആരുടെയെങ്കിലും കൈകളിൽ ഏൽപ്പിക്കാഞ്ഞാൽ ഉമ്മാർക്കും ഉപ്പാർക്കും സമാധാനം ഉണ്ടാവുമോ? മോൾ എന്തേ പറയുന്നത്? സത്യം പറഞ്ഞാൽ ഫർസാന അത് കേട്ട് സങ്കടപ്പെടുകയായിരുന്നു. ഉമ്മ, അവൾ അപ്പോഴും ഓർത്തത് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെയായിരുന്നു. അവൾ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് നൂർമോനെ കുറിച്ച് ഓർത്തു. റബ്ബേ, എൻ്റെ കുഞ്ഞ്. മോളെ, നീ എന്താ ഒന്നും പറയാത്തത്? അവരോട് എന്താ പറയേണ്ടത്? ഉമ്മ, ആരതൊക്കെ പറഞ്ഞത്? ഞാനിവിടെ ഉള്ള കാര്യമൊക്കെ ആർക്കാ ഇതിനെക്കുറിച്ച് അറിയാം? മോളെ, അതൊക്കെ അറിയാനാണോ പ്രയാസം? ഉമ്മ, അത് വേണ്ട. എന്നെക്കുറിച്ച് അല്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ ഒരു മോളെ അതിനെക്കുറിച്ചൊന്നും ഇനി വിചാരിക്കണ്ട. കാരണം അതൊക്കെ അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി. അത് സാരല്ല എന്ന് കരുതിയിട്ട് നിന്നെ എന്നിങ്ങനെ ഒറ്റക്കിടാൻ പറ്റുമോ? നിന്നെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കണ്ടേ മോളെ? മോൾ എന്തേ പറയുന്നത്? അവൾ ഉമ്മയോട് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. കാരണം ഇനിയും ഞാൻ അവരെ വേദനിപ്പിക്കില്ല, എനിക്കറിയാം. പക്ഷേ ഒരിക്കൽ പോലും ഞാനത് ആഗ്രഹിക്കുന്നില്ല അല്ലാ. അഥവാ ഞാനതിന് സമ്മതിച്ചു കഴിഞ്ഞാൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് ഒറ്റപ്പെടും. അവൻ ഉമ്മയില്ലാതെയാവും. ശരിയാണ്, ജെയ്ത്തൂൻ ബീവിയും സെയ്ഫ് അറബിയും എൻ്റെ കുഞ്ഞിനെ വളരെയധികം സേഫായിട്ട് നോക്കാനുണ്ട്. പക്ഷേ അങ്ങനെയല്ലല്ലോ, മാതൃഹൃദയം അതിന് സമ്മതിക്കില്ലല്ലോ. അവൾ ഒന്നും പറയാതെ തൻ്റെ റൂമിലേക്ക് പോയി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഈ സമയം അവളുടെ ഉപ്പ ഉമ്മയോട് ചോദിക്കുന്നു, അല്ലടി, എന്തായി? മോളെന്താ പറഞ്ഞത്? നീ ചോദിച്ചോ അവളോട്? ഇക്ക, അവൾ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ആ, പറഞ്ഞിട്ടില്ലേ പിന്നെ കുഴപ്പമില്ല എന്നല്ലേ? ഒന്ന് ശരിക്കും ഒന്നും കൂടി ചോദിച്ചു നോക്ക്. അങ്ങനെയാണെങ്കിൽ അവർ വൈകുന്നേരം വന്നോട്ടെ, ഒന്ന് കണ്ടുപോയി അരിച്ചിട്ടെന്താ? ഏതായാലും പറഞ്ഞതല്ലേ. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചിട്ട് കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ പറയാം. പക്ഷെ മോൾക്ക് ഇതിനോട് തീരെ ഒരു ഇഷ്ടം തോന്നണില്ല. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവളുടെ മുഖമാകെ വാടി. പിന്നെ ഇപ്പം ഞാൻ എന്തിനാ വീണ്ടും? എന്നാല് ഞാൻ ചോദിച്ചോക്കാം എൻ്റെ മോളോട്. അങ്ങനെ അതാ ഫർസാനയുടെ ഉപ്പ മോളുടെ റൂമിനടുത്തേക്ക് ചെല്ലുന്നു. മോളെ, മോളെ. ഉപ്പയാണ്. ആ ഉപ്പ. അവൾ വാതിൽ തുറന്നു. ഉപ്പ, മോളെ, ഒരു കൂട്ടർ കല്യാണക്കാരൻ ചോദിച്ചിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടെ അവർ കാണാൻ വരുന്ന വിവരം തരാൻ പറഞ്ഞിരുന്നു. എൻ്റെ കുട്ടീൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്താണ് മോൾക്ക് പറയാനുള്ളത്? ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വിങ്ങി പൊട്ടി കരയുകയായിരുന്നു. എന്താ മോളെ, ഉപ്പാൻ്റെ കുട്ടിക്ക് താല്പര്യമില്ലേ? ഉപ്പ, അത് മോളെ, താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കുട്ടീനെ ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചു തരാഞ്ഞാലേ എനിക്ക് സമാധാനാവില്ലല്ലോ. ഉപ്പാൻ്റെ കുട്ടിക്ക് എന്തുണ്ട് എന്നോട് തുറന്ന് പറഞ്ഞോളേ. എന്ത് വിഷമങ്ങളും പ്രയാസം ഉണ്ടെങ്കിലും എന്നോട് തുറന്ന് പറഞ്ഞോളേ. അതൊക്കെ ഞാൻ എന്താ ചെയ്തു തരും. എന്നാൽ ഉപ്പയുടെ ആ ഒരു മറുപടി കേട്ടപ്പോൾ അവൾ കണ്ണുകൾ തുടക്കുകയായിരുന്നു. മോളെ, മോൾക്ക് സമ്മതില്ലെങ്കിൽ ഞാൻ അത് ഒഴിവാക്കാൻ പറഞ്ഞോളാം, നിന്റെ ഇഷ്ടം പോലെ. പക്ഷേ എന്താണ് കാരണം, എന്തുകൊണ്ടാണെന്ന് ഉപ്പയോട് എൻ്റെ കുട്ടി വെളിപ്പെടുത്തി തരണം. എന്താണ് മോളുടെ ഇഷ്ടങ്ങൾ, അത് ഉപ്പാനോട് പറയണം. ഉപ്പ, അങ്ങനെയൊന്നുമില്ല എനിക്ക്. ആ പിന്നെന്താ മോളെ, ഇനി എൻ്റെ പൊന്നു മോള് പഴയ കാര്യങ്ങളൊക്കെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ അതൊന്നും ആലോചിക്കണ്ട. അതൊക്കെ കഴിഞ്ഞു പോയ വിഷയങ്ങളാണ്. വീണ്ടും വീണ്ടും അത് പിന്നെ ഒരു തെറ്റൊക്കെ ആർക്കെങ്കിലും പറ്റിപ്പോയി എന്ന് വിചാരിച്ച് പടച്ച റബ്ബിനോട് നമ്മൾ കരഞ്ഞ് പറഞ്ഞാൽ അതെല്ലാം അവൻ പുറത്തു തരുമല്ലോ. അതുകൊണ്ട് എൻ്റെ മോൾ അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. ഉമ്മയുടെയും ഉപ്പയുടെയും ആ ഒരു ദുആ മോൾക്ക് എപ്പോഴുണ്ട് എൻ്റെ കുട്ടിയുടെ മനസ്സിൽ. അതിനെക്കുറിച്ച് വല്ല പ്രയാസമാണെങ്കിൽ അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കുകയേ വേണ്ട. എന്തേ? ഫർസാന എന്തുത്തരം പറയും എന്നറിയാതെ തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ നോക്കി. മോളെ, മോൾക്കറിയൊന്നും വേണ്ട, മോൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചെയ്യാം. എന്നാൽ എന്തൊക്കെ തന്നെയല്ലോ ഒന്ന് വന്ന് പോയിക്കോട്ടെ, അതല്ല നല്ലത്. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം കല്യാണം നമുക്ക് ഉണ്ടാക്കിയാലൊക്കെ മതി. ഒന്ന് ഏതായാലും അവർ പറഞ്ഞതല്ലേ, ഇനിയിപ്പോൾ പറഞ്ഞാൽ വെക്കും. ഞാനാണെങ്കിൽ ആദ്യമായിട്ട് എതിരൊന്നും പറഞ്ഞതുമില്ല. കാരണം എൻ്റെ കുട്ടീൻ്റെ ഭാവി നോക്കേണ്ടത് ഞാൻ തന്നെയല്ലേ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് എൻ്റെ മോള് ഒന്നും സങ്കടപ്പെടണ്ട, ഒന്നോല് വന്ന് പോയിക്കോട്ടെ, അതായിരിക്കും നല്ലത് കേട്ടോ ഉപ്പ. അവൾ ദയനീയമായി ഉപ്പയെ നോക്കി. ഒരിക്കലും അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ലായിരുന്നു.
അതിലേറെ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, അതിനെ മാത്രമായിരുന്നു അവൾ ആഗ്രഹിച്ചിരുന്നത്. പിതാവിനോട് കാര്യമായിട്ടൊന്നും തുറന്നവൾ പറഞ്ഞില്ല. എന്നാൽ പിതാവ് നേരെ ഉമ്മയുടെ അരികിലേക്ക് ചെന്ന് പറഞ്ഞു. ഓള് വേണ്ട ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, കാര്യമായിട്ട് എതിരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു വന്നോട്ടല്ലേ, അങ്ങനെ വന്നിട്ട് ഓല് ഒന്ന് കണ്ടുപോയിക്കോട്ടെ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്ക് നടത്തിയാൽ മതിയല്ലോ. ഏതായാലും പറഞ്ഞില്ലേ. ഇക്കങ്ങൾ ഓളോട് ശരിക്ക് ചോദിച്ചോ? ചോദിച്ചൊക്കെ ചെയ്തു. ഓളുടെ മനസ്സിൽ എന്തൊക്കെയോ വേദനയും വിഷമം, അതാ പഴയ കാര്യമൊക്കെ ആലോചിച്ചിട്ടായിരിക്കും. അതൊന്നും ഇനിയിപ്പോൾ ആലോചിക്കണ്ട, അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ. ഒരു തെറ്റ് പറ്റിയെന്ന് കരുതിയിട്ട് കാലാകാലം ഇങ്ങനെ നിൽക്കലൊക്കെ നടക്കുമോ? ഇക്ക, അത് ഓളുടെ ഇഷ്ടമില്ലാതെ നമ്മൾ ഒന്നിനും നിൽക്കണ്ട കേട്ടോ. ഇപ്പോൾ നല്ലോണം ചോദിച്ച് മനസ്സിലാക്കി അങ്ങനൊക്കെ തന്നെ നടക്കുള്ളൂ. അങ്ങനെയതാ ഫർസാനയെ പെണ്ണ് കാണുവാനുള്ള ഒരുക്കങ്ങളാണ്. ഉപ്പയുടെ ഫോണിലേക്ക് വീണ്ടും കോൾ വരുന്നു. അതെ, ഞങ്ങൾ കുട്ടീനൊന്ന് കാണാൻ വരട്ടെ. അത് മോള് കാര്യമായിട്ടൊന്നും, അത് സാരല്ല, ഞങ്ങളൊന്ന് കണ്ടുപോയിക്കോളാം. അതിനിപ്പോൾ എന്താ? അവരിങ്ങോട്ട് തന്നെ നിർബന്ധിക്കുകയായിരുന്നു. ഉപ്പ എന്ത് പറയണമെന്നായിപ്പോയി. റബ്ബേ, ഇങ്ങനെ വരുന്നതെല്ലാം തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞാൽ ഒരു പക്ഷേ ഒരു കാലത്ത് എൻ്റെ കുട്ടിക്ക് ഒരു ചെക്കന് വേണ്ടി ഞാൻ യാചിക്കേണ്ടി വരുമോ എന്നും ആ ഉപ്പ ഭയപ്പെടുന്നു. വീണ്ടും ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് കുട്ടിയെ കാണണം തന്നെ, കുട്ടിയെ കാണാൻ വരണം തന്നെയാണ് പറയണത്. ഞാനിപ്പോൾ എന്താ ഇനി ചെയ്യുക? ഒന്ന് വന്ന് പോയിക്കോട്ടെ, മോളോട് പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഓളൊന്ന് നിന്ന് കൊടുത്തോട്ടെ, ഒന്ന് കണ്ടോട്ടെ. ഇനിയിപ്പോൾ എന്താ, നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നടത്തിയാൽ പോരെ. ഓളുടെ മനസ്സ് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇഷ്ടമില്ലാതെ ഓരോ ബന്ധത്തിന് വേണ്ടി നിന്നിട്ട് പിന്നെ അതൊന്നും മുന്നോട്ട് പോവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ട് മാത്രം നടത്തിയാൽ മതി. അല്ലാതെ ഒരു കൂട്ടർക്ക് മാത്രം ഇഷ്ടമുണ്ട്, ഒരു കൂട്ടർക്ക് ഇഷ്ടമില്ലാതെ അങ്ങനെ നടത്തിയാൽ സന്തോഷത്തോടു കൂടി ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. രണ്ടു പേർക്കും നല്ല രീതിയിൽ ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം ഇതിന് നിന്നാലും മതി. ആ ആയിക്കോട്ടെ, എന്തായാലും ഒന്ന് വന്നോട്ടല്ലേ. ഉമ്മ അവളെ വിളിച്ചു. മോളെ ഒന്ന് മാറ്റി ഒരുങ്ങിക്കോ. ഉമ്മയുടെ വാക്ക് കേട്ട് അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, എന്നെ ആരോ പെണ്ണ് കാണാൻ വരുന്നു. അതെ, മറ്റൊരാളുമായി എൻ്റെ വിവാഹം ഇതാ ഉറപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ്. അവളുടെ മനസ്സ് ഒന്ന് പിടിച്ചു. അവൾ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. മോളെ, നീ കേട്ടില്ലേ? ആ പഴയ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് കുറച്ച് നല്ല ഡ്രസ്സ് ഇട്ടോ. ഉമ്മ, എന്തിനാണ്? മോളെ, നിന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? സത്യം പറഞ്ഞാൽ അവളുടെ ജീവിതം തന്നെ ആകെ ടെൻഷനുള്ളതായി മാറുകയാണ്. ഒരു ഭാഗത്ത് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഓർക്കുമ്പോൾ മനസ്സ് വല്ലാതെ വിങ്ങുന്നു. എന്നാൽ വീട്ടിൽ ഉമ്മയുടെയും ഉപ്പയുടെയും ഇഷ്ടം അതെ തനിക്കൊരു ഭർത്താവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. പാവം, അവർക്കറിയില്ലല്ലോ എൻ്റെ ജീവിതത്തിലെ സ്ഥിതിഗതികളൊന്നും. ഞാനാണെങ്കിൽ അവരോടത് തുറന്ന് പറഞ്ഞിട്ടുമില്ല. പഠിച്ചോനെ, അതെ, ഇന്ന് വൈകുന്നേരം എന്നെ പെണ്ണു കാണാൻ അവർ വരും. ഫർസാനയുടെ മനസ്സിൽ ഭീതി പടർന്നു. റബ്ബേ, ഞാൻ എന്ത് ചെയ്യാം? എൻ്റെ വിഷമങ്ങളെല്ലാം നീ അറിയുന്നുണ്ടല്ലോ. പഠിച്ചോനെ, ഞാൻ എന്ത് ചെയ്യാം? എനിക്കറിയുന്നില്ല. എന്നാൽ ഈ സമയം അതാ ഷെഫി ഉസ്താദിനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ്. വീട്ടിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായാൽ ആദ്യം തന്നെ പറയുന്നത് എൻ്റെ ആ ശിഷ്യനോടാണ്. അതും അത് ഷെഫി ഉസ്താദ് പറയുകയാണ്. ഷെഫി ഉസ്താദിനോട് ഉസ്താദ് പറയുകയാണ്. ഉസ്താദിന്റെ ഫോൺ ബെല്ലടിക്കുന്നു. അല്ലാ, എൻ്റെ ഉസ്താദാണല്ലോ വിളിക്കുന്നത്. ഹലോ, ആ ഷെഫി. എന്തുസ്താദേ? മോനെ വൈകുന്നേരം ഒന്ന് ഇവിടെ വരെ വരുമോ? ഉസ്താദേ, എന്താ കാര്യം? അല്ല, ഞാനൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എന്തെങ്കിലും മോനെ, അതെ, മറ്റൊന്നുമല്ല. നമ്മുടെ മോള് ഫർസാനയെ ഒരു കൂട്ടര് ഇന്ന് കാണാൻ വരും. അതിനെക്കുറിച്ച് ഒന്ന് പറയാനായിരുന്നു. പറ്റുന്നുണ്ടെങ്കിൽ മോനൊന്ന് വരുമോ? ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ മിണ്ടാനും പറയാനൊക്കെ ഉണ്ടെങ്കിലേ ഈ ഉണ്ടാവുമ്പോൾ എനിക്കൊരു സമാധാനമാണ്. സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദ് അത് കേട്ടപ്പോൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്ന് മാത്രമല്ല, മനസ്സിൻ്റെ ഉള്ളിലേക്ക് വല്ലാത്തൊരു വേദനയാണ് ഷെഫി ഉസ്താദിന് മനസ്സിലേക്ക് കടന്നു വന്നത്. അല്ലാ, റബ്ബേ, പഠിച്ചോനെ, എന്താണെന്നറിയില്ല, ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു ഉഷാറെല്ലാം പോയി. മോനെ ഷെഫി, നീ എന്തൊന്നും മിണ്ടാത്തത്? നിനക്ക് എന്തെങ്കിലും തിരക്കുണ്ടോ? തിരക്കുണ്ടെങ്കിൽ സോറി കേട്ടോ, ക്ഷമിക്കണം. അല്ല, മോനെ ഫ്രീ ആണെന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞത്. ഉസ്താദേ,
അവൻ ദയനീയമായി തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ വിളിച്ചു. എന്താ ഷെഫി, വരാൻ പറ്റൂലേ? മോന് പറയാം, അതിനനുസരിച്ച്. എന്നാലേ ഉസ്താദേ, എനിക്ക് സത്യം പറഞ്ഞാൽ ഫർസാനയെ പെണ്ണ് കാണാൻ വരുന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഷെഫി ഉസ്താദിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചിരുന്നു. റബ്ബേ, എന്തൊക്കെയാണ് റബ്ബേ നടക്കുന്നത് എനിക്കറിയുന്നില്ല. എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഒരിക്കൽ പോലും എനിക്ക് വേണ്ട. എന്തിനപ്പോ അതിനെക്കുറിച്ചൊക്കെ ഓരോന്ന് ചിന്തിക്കുന്നത്? പടച്ച റബ്ബേ, വിധിച്ചതേ നടക്കുള്ളൂ. സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിനെ അത് വല്ലാത്തൊരു വിഷമമായി മാറി എന്ന് തന്നെ പറയാം. ഉസ്താദ് കാര്യമായിട്ട് അവനോട് ചോദിച്ചിട്ട്, ഉസ്താദ് ഞാൻ നോക്കട്ടെ, ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ വേണോ? മോനെ, നീ എന്താ പറയുന്നത്? നിനക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ദിവസം ആക്കണോ? വീണ്ടും ഷെഫി ഉസ്താദിൻ്റെ ഇഷ്ടങ്ങളാണ് അദ്ദേഹം കാത്തു നിൽക്കുന്നത്. ഉസ്താദേ, എനിക്കൊന്നും ഇതിൽ പറയാനില്ല. നിങ്ങൾ കുടുംബകാര്യങ്ങളല്ലേ മോനെ. എൻ്റെ കുടുംബകാര്യങ്ങൾ പറയുമ്പോൾ സാധാരണ രീതിയിൽ നീ അങ്ങനെയല്ലല്ലോ പ്രതികരിക്കാറുള്ളത്. ഞാൻ വിളിച്ചാൽ നീ ഓടിയെത്തുമല്ലോ. പക്ഷെ എന്തു പറ്റി നിനക്കെന്ന്? തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഷെഫി ഉസ്താദിന് ഉത്തരമുണ്ടായിരുന്നില്ല. ഷെഫി മോനെ, മോൻക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നീ പറ്റുന്ന ദിവസം പറ, അന്ന് നമുക്ക് അവരോട് വരാൻ പറയാം. അത്രക്കും ഷെഫി ഉസ്താദിനെ സ്നേഹിക്കുന്നുണ്ട് ഫർസാനയുടെ പിതാവ്. ഉസ്താദേ, എനിക്ക് എന്താ മോനെ ഒഴിവില്ലേ? ഉസ്താദേ, ഞാനൊന്നും പറയുന്നില്ല, അവർ വന്നോട്ടെ. എനിക്കൊന്നും മോനെ, എന്താ ഞാൻ വേണ്ടത്? ഓലോട് വരാൻ പറയേ. ആ ഒരു വാക്കിന് മുമ്പിൽ ഷെഫി ഉസ്താദ് മൗനം പാലിച്ചു. ഉസ്താദേ, നിങ്ങളിഷ്ടം പോലെ, എനിക്കൊന്നും ഇതിൽ പറയാനില്ല. മോനെ, എന്നെ ഞാൻ വിളിക്കാട്ടോ. ഉസ്താദ് ഫോൺ കട്ട് ചെയ്തു. എന്നാൽ ഷെഫി ഉസ്താദിന്റെ മനസ്സിൽ എന്തെന്നറിയില്ല വല്ലാത്തൊരു ടെൻഷൻ. റബ്ബേ, ആ പെൺകുട്ടിയുടെ ജീവിതം നീ ഹൈറിലാക്കി കൊടുക്കല്ല. അപ്പോഴും ഷെഫി ഉസ്താദ് അതായിരുന്നു ദുആ ചെയ്തിരുന്നത്. ഫർസാനയെ കാണാൻ ആളുകൾ എത്തിയോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.